നമസ്കാരം. ആഗോളതലത്തിൽ സുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. കപ്പൽ ഗതാഗത മേഖലയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങൾ. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ആഗോളതലത്തിൽ ഒരു പുതിയ നീക്കം വരുമ്പോൾ നമ്മുടെ സർക്കാരുകൾ, കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇത്തരം വിഷയങ്ങൾ അറിയാതിരിക്കുമ്പോൾ നാട്ടുകാർ കുറേയൊക്കെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. 14-17 തീയതികളിൽ ഇന്ന്, നാളെ, മറ്റന്നാളായിട്ട് നടക്കുന്ന ആഗോളതലത്തിൽ നടക്കുന്ന ഒരു യോഗം കപ്പൽ മേഖലയെ സംബന്ധിച്ച് സുപ്രധാനമായ തീരുമാനമെടുക്കുകയാണ്. ഗവൺമെന്റ്സ് അറ്റ് ദ UN IMO എന്ന് പറഞ്ഞ IMOയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളും, ലോക ഗവൺമെന്റുകൾ, ഗവൺമെന്റ്സ് അറ്റ് ദി UN IMO ആർ എക്സ്പെക്ടഡ് ടു അഡോപ്റ്റ് ദ വേൾഡ്സ് ഫസ്റ്റ് ഗ്ലോബൽ കാർബൺ പ്രൈസിംഗ് സ്കീം ഓൺ എനി ഇന്റർനാഷണൽ പൊള്യൂട്ടർ. കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ പൊല്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ, കാർബൺ എമിഷൻ അനിയന്ത്രിതമായി നടത്തുകയാണെങ്കിൽ അവയ്ക്കെല്ലാം പ്രൈസിംഗ് ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്ലോബൽ കാർബൺ പ്രൈസിംഗ് സ്കീം, വേൾഡ്സ് ഫസ്റ്റ്, അതിന്റെ തീരുമാനം എടുക്കുകയാണ് 3-4 ദിവസങ്ങളായിട്ട്. കുറെ വർഷങ്ങളായിട്ട് അതിന്റെ കരട് രേഖകൾ, അതിന്റെ നയങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറുകയാണ്. ദി എക്സ്ട്രാ ഓർഡിനറി സെഷൻ ഓഫ് ദി മറൈൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി in London on October 14-17 will consider formal adoption of the Net Zero Framework, a comprehensive regulatory package aimed at achieving net zero greenhouse gas emissions from shipping by or around 2050. ഇനി ഗ്രാജുവലായിട്ട് കൂടി 2050 പൂർണ്ണമായും സീറോ എമിഷനിലോട്ട് എത്തണം. അപ്പോൾ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിർത്താൻ പറ്റില്ല. പലതരത്തിലുള്ള നൂറ്റാണ്ടുകളായി കപ്പൽ ഗതാഗത മേഖല അനുവർത്തിച്ചു വരുന്ന ഫ്യൂവൽ, അത് മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരണം. അതെല്ലാം 2050 പൂർണ്ണമായും മാറുന്ന തരത്തിൽ. അപ്പോൾ എത്രയാണ് ഇനി? ഒരു 25 വർഷം പൂർണ്ണമായും നെറ്റ് സീറോയിലോട്ട് എത്തണം. Under the proposed regulations, ships will be required to comply with 2 key mechanisms. അതിനെന്ത് ചെയ്യണം? കടലിലോടുന്ന കപ്പലുകൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം. ഈ ഗ്ലോബൽ ഫ്യൂവൽ സ്റ്റാൻഡേർഡ്, പുതിയ ഒരു ഫ്യൂവൽ വരണം. അതാണ് നമ്മുടെ താല്പര്യം. മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവലിന് ആഗോള പ്രസക്തി വരുന്ന തീരുമാനമായതുകൊണ്ടാണ് സെയിലിംഗ് കമന്ററിക്ക് ഇത്രയും താല്പര്യം. A global fuel standard that will require vessels to reduce their greenhouse gas fuel intensity over time. ഇത് 2050 പൂർണ്ണമായും കുറയ്ക്കാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോഴേ പുതിയ ഇന്ധനത്തിലോട്ട് മാറണം. ആ ഇന്ധനം സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെടണം. ആൻഡ് എ ഗ്ലോബൽ ഇക്കണോമിക് മെഷർ, അത് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ ഒരു സാമ്പത്തിക പ്രശ്നം വരും. എ ഗ്ലോബൽ ഇക്കണോമിക് മെഷർ ദാറ്റ് വിൽ എസ്റ്റാബ്ലിഷ് എ സിസ്റ്റം ഓഫ് പെനാൽറ്റീസ് ആൻഡ് റിവാർഡ്സ് ബേസ്ഡ് ഓൺ എമിഷൻസ് പെർഫോമൻസ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഫ്യൂവൽ മാറി എമിഷൻസ് കുറയ്ക്കാത്തവർക്ക് ഒരു പണിഷ്മെന്റും, ഇത് കുറച്ചവർക്ക് റിവാർഡ്സ് നൽകുന്ന തരത്തിൽ സാമ്പത്തിക നടപടിക്രമങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനകളും തീരുമാനങ്ങളുമാണ് ഈ 3 ദിവസങ്ങളിലായി കൈക്കൊള്ളുക. ഈ പണിഷ്മെന്റിനെ സംബന്ധിച്ചൊരു സൂചന നൽകുന്നുണ്ട്. ഫോർകാസ്റ്റ് ഫ്രം LSEG റിസർച്ച് പ്രോജക്ട്, ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ ഏജൻസി, that European carbon prices could reach $150 per ton of carbon dioxide. കപ്പൽ 1 ടൺ കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുകയാണെങ്കിൽ $150 കൊടുക്കേണ്ടി വരും. അതാണ് ഏകദേശം ഒരു താരിഫ്. ആംപ്ലിഫയിങ് ദ കോസ്റ്റ് ബർഡൻ ഫോർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ചാർട്ടേഴ്സ് സ്റ്റിൽ ഡിപ്പെൻഡന്റ് ഓൺ കൺവെൻഷണൽ ഫ്യൂവൽസ്. നമ്മൾ പ്രതിയാകും അവസാനം. കാരണം എന്താണ്? ചാർട്ടറും ഓപ്പറേറ്ററും ഒക്കെയാണ് പൈസ കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്നവരും കയറ്റുമതി ചെയ്യുന്നവരുടെയും അക്കൗണ്ടിൽ ഇത് വരും. അത് എൻഡ് കൺസ്യൂമറുടെ തലയിൽ വരും. അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി തന്നെ ഫ്യൂവൽ മാറേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച് ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. ഇഫ് അഡോപ്റ്റഡ് നെക്സ്റ്റ് വീക്ക് ആസ് എക്സ്പെക്ടഡ്, ഈ 14-7 ആഴ്ചയിൽ ഇത് അഡോപ്റ്റ് ചെയ്യുമെങ്കിൽ
The amendments will likely enter into force in 2027. 2 വർഷത്തിനകം ഇത് നിയമം പ്രാബല്യത്തിലാകും. ദിസ് ഫണ്ട് വിൽ ബി ഇൻസ്ട്രുമെന്റൽ. അപ്പൊ ഈ $150 വെച്ച് ഒരു ടണ്ണിന് $150 വെച്ച് പിരിച്ചെടുക്കുന്ന തുക അതടങ്ങുന്ന ഫണ്ട്. ദിസ് ഫണ്ട് വിൽ ബി ഇൻസ്ട്രുമെന്റൽ ഇൻ സപ്പോർട്ടിംഗ് ദ ഇൻഡസ്ട്രീസ് ട്രാൻസിഷൻ. ഫ്യൂവൽ, ഈ കൺവെൻഷണൽ ഫ്യൂവൽ നിന്ന്, ഫോസിൽ ഫ്യൂവൽ നിന്ന് കാർബൺ കുറഞ്ഞ മെത്തനോൾ പോലുള്ള ഫ്യൂവലിലോട്ട് മാറുന്നതിനുള്ള പ്രവർത്തനത്തിന് ഈ പൈസ നൽകും. ഇൻഡസ്ട്രീസ് ട്രാൻസിഷൻ വിത്ത് റവന്യൂസ് ബീങ് യൂസ് ടു റിവാർഡ് ലോ എമിഷൻ ഷിപ്സ്. മെത്തനോൾ ഉപയോഗിക്കുന്ന, മെത്തനോൾ, അമോണിയ, ഹൈഡ്രജൻ പോലുള്ളത് ഉപയോഗിക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കാനും ഈ പണം ഉപയോഗിക്കും. സപ്പോർട്ട് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച്. നമുക്കും പൈസ കിട്ടും. മെത്തനോളിലോട്ട് മാറാനുള്ള ഗവേഷണം നമ്മൾ നടത്തിയാൽ നമുക്കും ഈ ഇതിൽ നിന്നുള്ള പണം നമുക്ക് കിട്ടും. ഫണ്ട് ട്രെയിനിങ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ എക്സെട്ര. ഇതിന്റെ ട്രെയിനിങ്ങിനും ടെക്നോളജി ട്രാൻസ്ഫറിനും ഒക്കെ പണം കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിൽ നിന്ന് നമുക്കും പണം കിട്ടാൻ അർഹതയുണ്ട്. നമ്മൾ സെയിലിംഗ് കമ്മിറ്റി ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റുകൾ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ പണം കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതനുസരിച്ച് നമ്മുടെ ഗവൺമെന്റുകൾ ഉണർന്ന് പ്രവർത്തിക്കുമോ എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കപ്പൽ പോലും ഇല്ലാതെ ഒരു ദിവസം പിന്നിട്ടെന്ന്. പോർട്ട് ഉപയോഗപ്പെടുത്തിയത് 15.79% മാത്രമാണ്. ഒരുപക്ഷെ ഈ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി തുടങ്ങിയ ഡിസംബർ 3 ശേഷം ഇത്രയും താഴോട്ട് പോയ ഒരു ദിവസം 15.79% മാത്രം പ്രവർത്തിച്ച ഒരു ദിവസം വേറെ ഉണ്ടാവില്ല. ഗവൺമെന്റുകൾക്ക് അഭിമാനിക്കാം.